എങ്ങട്ടാ പോണേ? ഞങ്ങള് എന്തേലൊക്കെ ഉണ്ടാക്കി തിന്നട്ടപ്പോ. ആയിക്കോട്ടെ. ചിക്കൻ ഇരിക്കണില്ലേ? ചിക്കൻ ഇരിക്കണില്ലേ? ഹേയ് ഓളപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗാണ്. അമ്മയും അച്ഛനൊക്കെ കൂടിയിട്ട് മൂവിക്ക് പോയിക്കാണ്. അപ്പോൾ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രോസ്റ്റിനുള്ള എല്ലാ ഐറ്റംസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഫ്രൈയും പിന്നെ റൈസ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല വിശപ്പുണ്ട്. 9 മണിയുടെ ഷോക്കാണ് അമ്മയും അച്ഛനും പോയിട്ടുള്ളത്. 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴാണെങ്കിൽ നമുക്ക് വേഗം പ്രിപ്പയർ ചെയ്യാം. വേഗം സ്റ്റാർട്ട് ചെയ്യാം. നല്ല വിശപ്പുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് പുറത്തേക്ക് വയ്ക്കാം. ഫ്രീസറിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തണവൊക്കെ ഒന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും തൊലി കളഞ്ഞ് നമുക്ക് സമയം കളയണ്ട. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. പെരുക്കി ഉണ്ടായ ബീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റൈസിലേക്ക് അത് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേഗം അരി ഒന്ന് കുതിർക്കാൻ വെക്കാം. എന്നിട്ട് വേണം നമുക്കിനി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് അരിയൊക്കെ എടുത്തിട്ട് അതൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ചിക്കനിലേക്ക് മാഗ്നേറ്റ് ചെയ്യാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചതച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കനിക്ക് ആവശ്യത്തിന് കുറച്ച് മസാലപ്പൊടികളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം മാഗ്നേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ചിക്കനിക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെയും ആ ഒരു പേസ്റ്റില്ലേ, അതും കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് സ്പൈസിയൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ കൂടി പോകാമെന്ന് വെച്ചു. പക്ഷേ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ അതൊന്ന് മാഗ്നേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് അതും കൂടി ഇടാമെന്ന് വെച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് കസ്കസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ഷുഗറും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഫുഡൊക്കെ ആയിട്ട് നമുക്കിനി നല്ല തണുപ്പിച്ച് നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെജ് ബിരിയാണി നമ്മൾ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പാനൊക്കെ എത്തിച്ചിട്ടുണ്ട്. പാനല്ല, സ്റ്റവ് എത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ബിരിയാണി പോട്ട് വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് നെയ്യും ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്തപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്തിട്ട് റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പൊട്ടറ്റോയും ബീൻസും ആഡ് ചെയ്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് സോട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളിടാം. ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ ബിരിയാണിയാണ്. നല്ല പക്ക ഒതൻറ്റിക് സ്റ്റൈലൊന്നുമല്ല, മല്ലിയില പോലും ഇല്ല. നമുക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അളവൊന്നുമില്ല, നമ്മൾ ആ ഒരു ഏകദേശം അളവ് നോക്കിയിട്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മുളക് പൊടി അധികം ഇടണ്ടല്ലോ. കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി മസാല ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ആഡ് ചെയ്തിട്ട് അതൊന്ന് ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ച അരി ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിനി അരി വേവിക്കാൻ വെക്കാം. ഒരു ഗ്ലാസ് കറക്റ്റ് അരി ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യാറ്. അപ്പോൾ 1.5 കറക്റ്റ് എടുത്തിട്ടില്ല. അങ്ങനെ വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പ് നമ്മൾ മസാല ഒന്നും വാട്ടുന്ന ടൈമിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് കുക്കായപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസിൽ വെള്ളമൊക്കെ വറ്റി
ഫൈനലി നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ബിരിയാണി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസും കൂടി സെർവ് ചെയ്തിട്ട് നമുക്കിനി കഴിക്കാൻ നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങി, നല്ല വിശപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. വിശപ്പുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അരിയൊക്കെ കറക്റ്റ് പാകമാണ്, വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം ഇനി കഴിച്ച് തീർക്കട്ടെ.